അങ്ങോട്ട് നടക്കാറുണ്ട്. അതൊക്കെയാണ് കൂട്ടത്തിലുള്ള ശീതള, ഇതെന്താ അത് കോല? ഒന്ന് നോക്ക്. മക്കളൊന്നില്ലെങ്കിൽ ഇല്ലാന്നല്ലോ കേട്ടോ. ഇതിപ്പോ ഈ ജാതിയുള്ള പരുവത്തിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർന്ന്. നിന്റെ ചെക്കല്ല ആ കുരുത്തം കെട്ട പ്യാരി അവന്റെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കോലം കെട്ടി നടക്കണത്. അവനാണ് ഇവനെയും കൂടി ഈ പരുവത്തിലാക്കണത്. ഞാൻ തേങ്ങ വിറ്റ് കൊണ്ടുപോയിട്ടുള്ള ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് അലമാരയെ കൊണ്ടുവച്ചതാണ്. ഞാൻ കാണാതെ ആ പൈസ അടിച്ച് കൊണ്ടുപോയി അടിച്ച് നിന്റെ തലയെ പൊട്ടിക്കും. എന്ത് കോലാണ്ടത്? എന്താ ഞാൻ എനിക്കെന്താ ഈ ടൗസർ ഊരിട്ട് തലയിലിട്ടുടക്ക്? അത് തന്നെ. എടാ കുട്ടികള്, എന്താ നിങ്ങളുടെ ധാരണ? എന്താ നിങ്ങളുടെ കോലം? എന്ത് കോലം? എന്തെന്ത് കോലത്തിനായി? എന്റെ ശീതളം ബ്രോ, അല്ല ശീതളം മാമ, എന്റെ മൊയ്തുക്ക, എന്റെ അച്ഛ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. നിങ്ങളെ കാലഘട്ടമല്ല ഇത്, പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇതാണ് ട്രെൻഡ്. ഇതേ ഞാൻ ചെയ്തിട്ടു. ഇതാണ് എന്റെ ട്രെൻഡ്. ഇവിടെ പോയിട്ട് ഈ തലോട്ടിക്ക് ഇത്രയും സംഘടിപ്പിച്ച ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. ഇനി എന്ന് കുറവില്ലേ? നിങ്ങളുടെ ചത്താൽ ഇതല്ലേ? അല്ലേ ഇതല്ലേ ഞാൻ ഇട്ടിനി? സത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കൊടുത്തുവിടുന്നു. എന്താ ചെയ്യാൻ? ഞാൻ എത്രയായി പറയണ മൊയ്തോ? ഈ കോലത്തിൽ നടന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരുമോ? പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? അതെ, നാളികേരം വിറ്റ പൈസ എടുത്തിട്ടാണ് ഈ തേങ്ങയിലെ പരിപാടി ചെയ്തിരുന്നത്. അച്ഛ, ഒരു ഉറുക്കും കൂടി മേടിക്കണം. അതിന് കുറച്ച് തേങ്ങ വിറ്റ് എനിക്ക് തേങ്ങ പൈസ. ഒന്നും കാര്യമില്ല, തല്ലിയിട്ടൊന്നും ഏച്ചില്ല. അത് അവന്റെ തലമുടി നോക്കിയതാണ്ടാ. അവൻ ആകാശത്ത് മഴവിലുണ്ടാക്കണ ഇവനാന്ന് വിചാരിക്കും. ആരോട് പറയും? മൊയ്തുക്ക, ആ പോട്ടെ, നിങ്ങൾക്ക് അത്ര വിവരം വിദ്യാഭ്യാസം ഇല്ല. ഞാൻ വിവരം വിദ്യാഭ്യാസം എന്റെ അമ്മ അവരോട് പറയായിരുന്നു. ഇതൊന്നും പറഞ്ഞ് ശരിയാക്ക്. അച്ഛൻ വീട്ടിൽ സ്വയം തരുന്നില്ല. ഞാൻ ഇടയ്ക്ക് നാട് വിട്ടു പോകും. ഇജ്ജ് നാട് വിട്ടു പോകാനോടാ നല്ലത്. അതെന്നെ നല്ലത്. എടാ കുട്ടിയെ, ചുരുങ്ങിയ പക്ഷം അവനവന്റെ ദേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളോ ആ തലയിൽ പെയിന്റ് അടിക്കാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടാ. അല്ലാണ്ട് അച്ഛൻ നാളികേരം വിറ്റ കാശ് എടുത്തിട്ടാ തല കഴിക്കാം. എന്റെ ശീതളം അമ്മാമ, ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് എന്നാ മീൻ വെക്കുന്ന മാതേട്ടി, തേങ്ങ ഒരിക്കുന്ന അമ്പോട്ടൻ, ബാർബറിലെ ലക്ഷ്മണേട്ടൻ, ഇവരെല്ലാം മൈൻഡ് ചെയ്യില്ലു. ഉണ്ണീന്ന് വിളിച്ചാലായി. ഇപ്പോ ഒന്ന് വൈരെ നടന്നോക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛാ. എനിക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം മുമ്പ് 10-15 ആളാണ് എന്നെ ഫോളോ ചെയ്യല്. ഇപ്പൊ എനിക്ക് 1000, 2000, 3000, 15,000 എത്ര പെണ്ണുങ്ങളെ പള്ളം നിറയണ എന്റെ വയറ് നിറയ്ക്കാനുള്ള ഇന്ത്യയിൽ കൊണ്ടുതരുമോ? ശീതള, മക്കളില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമഴ്ത്തിയിട്ട് കിട്ടിയ മുതലാ അത്. ഇപ്പൊ കിണ്ടിയോണ്ട് അടിച്ചു കൊല്ലാനാ തോന്നുന്നു എനിക്ക്. കേട്ടാ, സ്വന്തം അച്ഛനാ പറയുന്നു. അച്ഛൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാനാണ് അത് ചെയ്ത് കാണിച്ചു തരേനി. ചെയ്യോ? ഞാൻ കള്ള ചോറ. അച്ഛൻ മൊത്തം എടാ, നീയോ നശിച്ചു. ഈ അയൽപക്കത്തുള്ള സകല കുട്ടികളെ നശിപ്പിക്കാനുള്ള പരിപാടിയാണോ നീ? ആണോ? എടാ, എന്താ ഈ ചെക്കന്റെ കോലങ്ങനെ ആക്കിയെടുത്താരാ? സൂപ്പറല്ലേ? എന്തൊക്കെ കോല ഈ ചെക്കനെ കാണിച്ചാ? എന്റെ അച്ഛ, അവൻ വന്നിട്ട് എനിക്ക് ട്രെൻഡ് ആകണോന്ന് പറഞ്ഞ് ഞാൻ അവനെ ഈ കോലത്തിലാക്കി കൊടുത്ത. അതിലിപ്പോ എന്തൊരു തെറ്റ്? അവനെ നീ ട്രെൻഡ് ആക്കിയതല്ലേ? ഈ പാവം കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 10,000 ഉറുപ്പ്യ ചെലവാക്കിട്ടാ. അതിനിപ്പോ അഭിമാനിച്ചൂടെ? ഉണ്ണിയുടെ അച്ഛനാന്ന് പറഞ്ഞ അഭിമാനിച്ചൂടെ? തിന്നേണ്ട പൈസയാണത്, തിന്നേണ്ട പൈസയാണ്. ആ പൈസയാണ് ഈ കോലത്തിലാക്കി വെച്ചത്. അങ്ങനെ ഇതിപ്പത്തിന് ദേഷ്യപ്പെടാൻ ഇരിക്കുന്നത്. ഇത് ഉണ്ണി വന്ന് നമ്മുടെ നിസ്സംഗതം പറഞ്ഞു. ഉണ്ണിയെ അയലോക്കത്തുള്ള ആരും കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, ചിരിക്കുന്നില്ലാണ്. ഇപ്പൊ ഇതിങ്ങനെ മാറ്റം വന്നപ്പോ എല്ലാരും കണ്ടാ ചിരിക്കുന്നുണ്ട്. ഉണ്ണിയെ കണ്ടാല് ആളൊക്കെ ചിരിക്കും. ഞങ്ങളും പഴയ കാലത്തൊക്കെ ഈ വാഴത്തോട്ടത്തില് കോലം വെച്ച് കണ്ട് ഞങ്ങൾ ചിരിച്ചിരുന്നു. നിങ്ങളെ റോട്ടിൽ കണ്ട് ചിരിക്കണം, അത്രേ ഉള്ളൂ. ഈ കോലക്കട് കണ്ടിട്ടാണ് ചിരിക്കുന്നത് ആളുകള്. എന്റെ അങ്കിള്, എന്തിനാണ് ഞങ്ങൾ ഇത്തിരി വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചത്? നിങ്ങൾ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കല് എന്താ സാധനം അത്? എടാ, ഇത് ഈ ഷെഡൊക്കെ പാന്റിന്റെ അടിയിലല്ലോ. ഇതെന്താ പുറത്ത് വന്നത്? ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഞാനിത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട്, നാട്ടുകാർ കണ്ട് എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇട്ടിട്ടുണ്ടായില്ലേന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ല അങ്ങളെ, 450 രൂപ ജത്തി ഇരുന്ന് വേറെ ഏത് ചെറുക്കുണ്ട് ഈ പരിസരത്ത്? അങ്കിളിന് ഗമയല്ലേ? അഭിമാനിച്ചൂടെ? അഭിമാനമല്ല മോനെ, അപമാനാണ് മൂപ്പർ. എന്ത് മനുഷ്യന്മാരാണ് ഇവരൊന്നും അപ്ഡേറ്റ് ആവുന്നില്ല. അതെന്താ അപ്പം വേണ്ടത്? നിങ്ങൾക്കിപ്പോ ഇവരെ ഉപദേശിക്കാൻ എന്താ കഥയുള്ളത്? 30 വർഷങ്ങൾക്ക് മുമ്പ് നീ ബോംബെന്ന് ഒരു വരവ് വരെ ഉണ്ടായി.
അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സത്യശീലൻ ഇതെന്തേ അല്ല ഇതെന്തായത്? ബോംബെ ശരിക്കും ബോംബെക്കാരനായിട്ടുണ്ടാ? എടാ നമ്മൾക്ക് ഒരു 6 മാസം അവിടെ നിന്നല്ലോ ഈ രൂപത്തിലാവും. ശരിക്കും ബോംബെയിൽ എവിടെയാണ്? ബോംബെയിൽ കല്യാണം. അവിടെ നമ്മുടെ ദാമോദർജീനെ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ കാര്യം പറഞ്ഞ ഇപ്പോഴും ഇത് മാറ്റിയിട്ടില്ല അല്ലേ? ഇത് എന്ത് സാധനം കണ്ട് നെയ്യ് പൊരിച്ചാണത്. അല്ല ഇതൊന്നും നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ട്രെൻഡ് ഇതാണ്. ഇതൊക്കെ അവിടെ ഔട്ട് ഓഫ് ഫാഷൻ ആണല്ലേ? പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ അവിടെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എത്തും. എത്തും. നീ ഒരു കാര്യം ചെയ്യണം, ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ഇതിവിടെ ഇട്ടിട്ട് പോകണം. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം അടിക്കണം. അതിന് ഞാൻ തിരിച്ചു പോകണല്ലോ. തിരിച്ചു പോകണില്ലേ? നീ പോണില്ലേ? പോണില്ലടാ. അതിന്റെടാ എടാ മണ്ടുവിനെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റണത്. ഞാൻ കൊറേ നോക്കി, പക്ഷെ രക്ഷയില്ല. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടായി ശരിയാവില്ല. സംസാരിച്ചേ. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ ഇന്ന് അവരുടെ കാര്യം തുറന്നു പറയണം. നോക്കട്ടെ, ഇന്നെങ്കിലും പറയണം. ഇനി കാണുന്നു, പ്രേമം തുറന്നു പറയുന്നു, അപ്പൊ തന്നെ കല്യാണം നടത്തുന്നു. താലിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, അവിടെ കെട്ടിയാ മതി. ഇതുണ്ടോ? അതെ, പറഞ്ഞ് നാക്കെടുത്തില്ല ആളവാ വരുന്നത്. അതൊന്നു മോനെ അപ്പൊ ഒറ്റയ്ക്ക് ഡീൽ ചെയ്ത് ഞങ്ങൾ മാറാം. നിങ്ങൾ മാറണ്ട. താലി വേണോ? മണ്ടു മണ്ടു എപ്പോഴാ വന്ന്? ഞാനിന്ന് എത്തിയൊന്നു. ഹിന്ദി സിനിമയിലെ പോലെ ഉണ്ടല്ലോ ഉടുപ്പൊക്കെ. ഉടുപ്പ് മാത്രമേ ഉള്ളൂ ബോംബെയിലെ, മനസ്സൊക്കെ കേരളത്തിൽ തന്നെയായിരുന്നു. ഞാനൊരു 3 കത്ത് എഴുതിയിരുന്ന് കിട്ടിയിരുന്ന. ഇല്ല, അത് ചിലപ്പോ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അച്ഛൻ കീറി കളഞ്ഞിണ്ടാവും. അയ്യോ, ഞാൻ എല്ലാ കാര്യവും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ പോന്നെ? ലീവിലാ? ലീവൊന്നുമല്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല മണ്ടുവിനെ കാണാതെ. എനിക്കിനി മണ്ടുല്ലാതെ പറ്റില്ല. മണ്ടു ഞാൻ അയ്യോ അച്ഛൻ മണ്ടു ചെത്താരം കുട്ടപ്പ ഓളച്ചു സൈക്കിള് അവിടെ മണ്ട